നമസ്കാരം. VC നിയമന വിഷയത്തിൽ സർക്കാരിനോട് മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യോജിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഗവർണർ നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമായ നിർദ്ദേശമാണെന്ന് വാദിച്ച സർക്കാർ ഈ രണ്ട് വഴിയും വേണ്ട എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചത്. സുധാംശു ധൂലിയ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരാളെ സുപ്രീം കോടതി അംഗീകരിക്കും എന്നാണ് ഉത്തരവ്. ഫലത്തിൽ സർക്കാരും ഗവർണറും അപ്രസക്തരായിരിക്കുകയാണ്. സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരു പേര് സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ജനാധിപത്യത്തിൽ ആശാസ്യമാണോ എന്നാണ് ചോദ്യം. ഗവർണർക്കാണെങ്കിൽ സർക്കാർ നൽകേണ്ടത് 3 പേരെങ്കിലും ഉള്ള പട്ടികയാണ്. അതിൽ നിന്ന് ഒരാളെയാണ് ഗവർണർ നിയമിക്കേണ്ടത്. അത് ആ 3 പേരിൽ ആരുമാകാം. ഇവിടെ ഗവർണർ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. അതോടെ സുധാംശു ധൂലിയയോട് പേര് നിർദ്ദേശിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ആ പേര് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നതിലൂടെ സർക്കാരിന്റെ ശുപാർശ, ഗവർണറുടെ അനുമതി എന്നീ കടമ്പകളാണ് മറികടക്കുന്നത്. ഫലത്തിൽ ഗവർണറും സർക്കാരും അപ്രസക്തരാവുകയാണ് ചെയ്തത്. ഈ വിധി വളരെ വലിയ മാനങ്ങളാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ജനാധിപത്യത്തിൽ സർക്കാരിന് എന്താണ് ശബ്ദം എന്ന ചോദ്യമാണ്. സർക്കാർ പറയുന്നതിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമാണ് ഭരണഘടന അനുസരിച്ച് ഗവർണർക്ക് അധികാരമുള്ളത്. ഗവർണർ സ്വന്തം നിലയ്ക്ക് സർവകലാശാലകളെ ഭരിക്കുകയോ നിയമനം നടത്തുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ഏകാധിപത്യമാണ്. ഗവർണർ എന്നത് ഭരണഘടനാപരമായ ഒരു പദവി മാത്രമാണ്. അത് ഭരണം നടത്താനുള്ള സിംഹാസനമല്ല. ഗവർണറുടെ കയ്യിലുള്ളത് ജനാധിപത്യത്തിന്റെ താക്കോലാണ്, അല്ലാതെ രാജഭരണത്തിന്റെ ചെങ്കോലല്ല. രാജ്ഭവൻ ലോക്ഭവൻ ആയ ശേഷം വന്ന ആദ്യത്തെ ഈ വിധി തന്നെ ജനാധിപത്യത്തെ അത്ര വില കൽപ്പിക്കുന്നതാണോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഗവർണറും സർക്കാരും അപ്രസക്തരാകുന്ന വിധി. സർക്കാർ നിർദ്ദേശിക്കുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്തുക എന്നതായിരുന്നു ഗവർണർക്ക് മുന്നിലുള്ള ജനാധിപത്യ വഴി. എന്നാൽ ആ പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഗവർണർ വീണ്ടും നിയമന ശുപാർശ നൽകുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിലെ നിയമം അറിയാവുന്നവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. സർക്കാർ സമർപ്പിക്കുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്ന് വേണം ഗവർണർ നിയമനം നടത്താൻ. അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അവകാശമാണ്. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുകയല്ല ചെയ്തത്. ആ പട്ടികയിൽ നിന്ന് ഒരു പേര് മാത്രം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ നിയമനം നടത്താൻ പോകുന്നത് സുപ്രീം കോടതി തന്നെയാണ്. ഗവർണറുടെ നിയമനം കോടതി അംഗീകരിച്ചില്ല. സർക്കാർ നൽകിയ മുൻഗണനാ പട്ടികയും അംഗീകരിച്ചില്ല. കോടതി തന്നെ ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ കോടതി രൂപീകരിച്ച ഒരു സമിതിയോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിൽ അതൊട്ടും അഭികാമ്യമല്ല. ജുഡീഷ്യറി അല്ല എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിൽ പൂർണ്ണമായും സർക്കാരിനാണ് അവകാശം. ആ തീരുമാനത്തെ അംഗീകരിക്കേണ്ടത് ഗവർണറുമാണ്. അതിനു മുകളിൽ കോടതി തീരുമാനിക്കേണ്ടി വരുന്നത് ഒട്ടും നല്ലതിനായിരുന്നില്ല. ഇവിടെ കോടതി ഒരു തീരുമാനവും എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. കോടതി ചെയ്തത് സുധാംശു ധൂലിയോട് ഒരു പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ്. ഭരണഘടനയെ മറികടക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഗവർണറുടെ ഭാഗത്തു നിന്നോ നീക്കമുണ്ടായാൽ കോടതിക്ക് ഇടപെടാം. ഇവിടെ കോടതിയുടെ ഇടപെടൽ ജനാധിപത്യത്തിന് അനുകൂലമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ആരിഫ് മുഹമ്മദ് ഖാന്റെ തുടർച്ചയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാൻ പട്ടികയ്ക്ക് പുറത്തുനിന്ന് നിയമനം നൽകിയ സിസ തോമസിന് വേണ്ടിയാണ് ഗവർണർ അർലേക്കറും ഇപ്പോൾ വാദിച്ചത്. അവിടെ തീരുമാനങ്ങളിൽ നിഴലിക്കുന്നത് ഒരു പിടിവാശിയുടെ ലാഞ്ചനയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നില്ലെങ്കിൽ ക്ഷീണിക്കുന്നത് സർക്കാരല്ല, ജനാധിപത്യം തന്നെയാണ്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്തില്ല എന്നത് കർശനമായ ചര്യയാക്കി സ്വീകരിച്ചിരിക്കുകയായിരുന്നു ഗവർണർ എന്ന് പറയാം. ജനാധിപത്യം ഒരിക്കലും വീഴാൻ പാടില്ലാത്ത ആഴമാണത്. സർക്കാരിന്റെ തീരുമാനങ്ങളുടെ മേൽനോട്ടക്കാരൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗവർണർ. സർക്കാർ നിയമവിരുദ്ധമായോ ചട്ടപ്രകാരമോ അല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഗവർണറുടെ ജോലി. സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഡോക്ടർ പ്രിയ ചന്ദ്രനെയുമാണ് ഗവർണർ ശുപാർശ ചെയ്തത്. എന്നാൽ സർക്കാർ നൽകിയ പട്ടികയിൽ സിസ തോമസിന്റെ പേര് ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പ്രിയ ചന്ദ്രന്റെ പേര് ഉണ്ടായിരുന്നു. അത് പക്ഷേ 4 പേരുടെ പട്ടികയിൽ 4ാമതായിരുന്നു. പ്രിയ ചന്ദ്രന്റെ നിയമനത്തെ സർക്കാർ എതിർക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സിസ തോമസിന്റെ നിയമനത്തോട് സർക്കാരിന് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. സർക്കാരിനും ഗവർണർക്കും തുല്യ നേട്ടമുണ്ടാക്കാവുന്ന ഒരു പട്ടികയാണ് യഥാർത്ഥത്തിൽ സർക്കാർ നൽകിയത്. സിസ തോമസിന് പകരം മറ്റൊരു പേര് ഗവർണർ ശുപാർശ ചെയ്തിരുന്നെങ്കിൽ ഗവർണർക്കും യോജിപ്പുള്ള പ്രിയാചന്ദ്രൻ ഒരു സർവകലാശാലയിൽ VC-ആയി വരികയും ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ പട്ടികയിൽ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥനും
സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ സി സതീഷ് കുമാറുമായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഈ പട്ടികയിലെ ആദ്യ 3 പേരും ഒഴിവാക്കിയാണ് ഡോക്ടർ പ്രിയ ചന്ദ്രന്റെ പേര് ഗവർണർ തെരഞ്ഞെടുത്തത്. ആ തീരുമാനത്തെ ഫലത്തിൽ സർക്കാർ അംഗീകരിക്കാൻ തയ്യാറുമായിരുന്നു എന്നാണ് മന്ത്രിമാരുടെ സന്ദർശനത്തിൽ വ്യക്തമായത്. കാരണം സർക്കാർ നിർദ്ദേശിച്ചതായിരുന്നു പ്രിയ ചന്ദ്രന്റെ പേര്. ഒന്നാമത്തെ പേര് തന്നെ ഗവർണർ തീരുമാനിക്കേണ്ടതില്ല എന്നും സർക്കാർ പറഞ്ഞിരുന്നു. സാങ്കേതിക സർവകലാശാല നിയമനത്തിൽ 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ സി സതീഷ് കുമാർ ഒന്നാം സ്ഥാനത്തും ഡോക്ടർ ബിന്ദു ജി നായർ, ഡോക്ടർ പ്രിയ ചന്ദ്രൻ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളിലും. ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ 2 പട്ടികയിലും ഡോക്ടർ സിസ തോമസിന്റെ പേര് ഉൾപ്പെട്ടിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ 5ാമതായും സാങ്കേതിക സർവകലാശാലയിൽ 4ാമതായുമാണ് ഡോക്ടർ സിസയുടെ പേര് ഉണ്ടായിരുന്നത്. ഈ പേര് ശുപാർശ ചെയ്യുന്നില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേക കത്തും ഗവർണർക്ക് നൽകിയിരുന്നു. സുധാംശു ധൂലിയ കമ്മിറ്റി നിലവിൽ വരാൻ ഉണ്ടായ കാരണം തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടലായിരുന്നു. സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ പോലും സർക്കാരും ഗവർണറും യോജിപ്പിലെത്തിയില്ല. ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഇറങ്ങി. സർക്കാർ നൽകിയ പട്ടികയിലെ പേരുകളുമായി അതിന് സാമ്യമുണ്ടായിരുന്നില്ല. ഇതോടെ സഹികെട്ടാണ് സുപ്രീം കോടതി തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. മുൻഗണനാ ക്രമം നിശ്ചയിച്ച് ഒക്ടോബർ 14-നാണ് സർക്കാർ ഗവർണർക്ക് പട്ടിക കൈമാറിയത്. താൽക്കാലിക VC എന്ന നിലയിൽ സിസ തോമസ് സർവകലാശാലയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. സിസ തോമസ് ചാൻസലർക്ക് എഴുതിയ കത്ത് SS-നെ ബാധിച്ചു എന്നാണ് കത്തിൽ ഉണ്ടായിരുന്നത്. ഫലത്തിൽ സിസ തോമസിനു വേണ്ടി ചാൻസലർ നടത്തിയ കടുംപിടുത്തമാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാതൽ. സ്വന്തം താല്പര്യങ്ങൾ ജയിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെയൊരു ശുപാർശ എന്ന് പറയാം. അങ്ങനെ ഗവർണർക്ക് സ്വന്തം താല്പര്യങ്ങൾ നടത്താനുള്ള സ്ഥലമല്ല സർവകലാശാലകൾ എന്നുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞുവെച്ചത്. VC നിയമനത്തിൽ പരസ്പരം യോജിക്കാൻ സാധ്യതയില്ലാത്ത വിധം പട്ടിക നൽകുമ്പോൾ സംഭവിക്കുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല. സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന പുതിയ VCയെ അംഗീകരിക്കേണ്ട സ്ഥിതിയാണ് ഗവർണർക്കും സർക്കാരിനും. ഇതും ഭരണഘടനാപരമായ ഒരു പ്രശ്നമാണ്. ഗവർണർമാരെയും രാഷ്ട്രപതിയെയും കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ചട്ടമുണ്ട്. പക്ഷേ അത്തരമൊരു ചട്ടം ഇരുവരും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ബാധകമാകുന്നത്. ഇരുവരും ഭരണഘടനയ്ക്ക് അനുസൃതമായല്ല പ്രവർത്തിക്കുന്നത് എന്ന് കോടതിക്ക് തോന്നിയാൽ ആ നീക്കത്തെ തടയാൻ കഴിയും. ജനാധിപത്യപരമായ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ അട്ടിമറിക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും കഴിയില്ല. കോടതിയിൽ ചോദ്യം ചെയ്യാനാകില്ല എന്ന അവകാശം ജനാധിപത്യത്തിന്റെ കെട്ടുറപ്പ് ഉദ്ദേശിച്ച് മാത്രം നൽകിയിരിക്കുന്നതാണ്. സമീപകാലത്ത് നിരവധി കേസുകളിൽ ഗവർണറും സർക്കാരുകളും ഇരുവശത്തു വന്നു. ബില്ലുകളിൽ ഒപ്പിടുന്ന കാര്യത്തിൽ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച് കോടതി ഉത്തരവുണ്ടായി. ആ ഉത്തരവ് ഭരണഘടനാ ബെഞ്ച് തിരുത്തി. എന്നാൽ ആ വിധിയിലും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു: ഒരു ബില്ല് വായിച്ച് അതിൽ തീരുമാനം എടുക്കുന്നതുവരെ മാത്രമേ ഗവർണർക്ക് കൈവശം വയ്ക്കാൻ കഴിയൂ എന്നായിരുന്നു ആ തിരുത്ത്. അനന്തമായി കൈവശം വയ്ക്കാൻ കഴിയില്ല. അവിടെയും ഫലത്തിൽ ജയിച്ചത് ജനാധിപത്യം തന്നെയാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ഉത്തരവ് ഗവർണർമാർക്കും സർക്കാരിനുമുള്ള കർശന നിർദ്ദേശം കൂടിയാണ്. യോജിപ്പിന്റെ പാതയിൽ പോകേണ്ടതാണ് ഇരു സംവിധാനങ്ങളും എന്നാണ് ആ ഉത്തരവ് പറഞ്ഞു വെക്കുന്നത്. സർക്കാരിനോ ഗവർണർക്കോ സ്വേച്ഛയാൽ തീരുമാനം എടുക്കാവുന്ന ഇടങ്ങളല്ല സംസ്ഥാനങ്ങൾ. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.